അച്ഛനാ ചിന്നുവിനോട് പറഞ്ഞത് അഷ്ടഗന്ധം പുകച്ചോളാൻ. ഇത്രയും പ്രശ്നമാകുന്ന അച്ഛനും കരുതി കാണില്ല. ഈ വീട്ടിൽ ആണുങ്ങളുള്ളതിന് ഞാനെന്ത് വേണം? ഞാനെന്താ മനുഷ്യരെ കണ്ടിട്ടില്ലേ? ഇവിടെ ഉള്ളതിനെ കൊണ്ട് തന്നെ സഹിക്കാൻ വയ്യ. അപ്പോഴാ വേറെ രണ്ടെണ്ണം. അവള് പറയുമോ പിന്നെ കണ്ടിട്ട് ജോലിക്കാരുടെ ലുക്കില്ല. അവൾക്ക് അസൂയ. കഥകൾ പറയും ചെമ്പരത്തിൽ, കവിത മൊഴിയും ചെമ്പരത്തിൽ, മെളിയഴകിലി ചെമ്പരത്തിൽ, പുതുമകളിൽ ചെമ്പരത്തിൽ. ആ തള്ളയ്ക്ക് ജ്യൂസ് വേണമായിട്ടൊന്നുമല്ല, എന്നെ കൊണ്ട് പണിയെടുപ്പിക്കണം അത്ര തന്നെ. ഇതുങ്ങൾ കുടുംബത്തോടെ ഇങ്ങനെ ആയി പോയല്ലോ. ജ്യൂസ് ഊച്ചു. എന്താ ചന്ദ്രാമേലെ പറഞ്ഞത് എന്റെ രണ്ട് കണ്ണുകളും അവളുടെ പറയുവാണെന്ന്. ഇതാ കണ്ണുകൾ പോലും ദാനം കൊടുക്കുന്നുണ്ടോ നീ? നീ വലിയ ദാനശീലനായതുകൊണ്ട് കണ്ണിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിച്ചതാ. രാത്രി തിന്നാൻ ചപ്പാത്തിയാണോ ചന്ദ്രലേഖ? അതെ, ചപ്പാത്തിയും കറി. സാറിന് മറ്റെന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാ മതി. ചോദിച്ച സ്ഥിതിക്ക് ഒരു ഓംലേറ്റും കൂടി ഇരുന്നോട്ടെ. പച്ചമുളകും ഉള്ളിയൊക്കെ കുറച്ച് കൂടുതൽ ഇട്ടോ. ഈ ചന്ദ്രലേഖയുടെ കൈപുണ്യം എനിക്കറിയാവുന്നല്ലേ. നീലയൊരു കൈപുണ്യം എന്ന് പറഞ്ഞ സാധനം അറിഞ്ഞൂടാ. അത് അമ്മാവൻ എങ്ങനെ അറിയാം?